പഴം വേണോ കൊല വേണോ? അയ്യോ, എന്താ മോളെ, എന്താ മോളോട് സംഭവിച്ചത്? ചെളിപ്രേതമോ? ശരിയാ മോളെ, എന്തോ എന്റെ ദേഹത്ത് കയറിയിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഇപ്പൊ ഇല്ലല്ലോ. ശരിയാണല്ലോ, ഒരു കൊല പഴം ഇവിടെ ഇരുന്നല്ലയോ. ഞാനാകെ ഒരു പഴമല്ലേ എടുത്ത് കഴിച്ചുള്ളൂ. ബാക്കി പഴം ഇവിടെ പോയി. പഴം വേണമായിരുന്നു. ഞാൻ മൊത്തം എടുത്ത് കഴിച്ചു. ചേട്ടാ, ഓടുക ചേട്ടാ, ഇങ്ങോട്ട് ചേട്ടാ. എന്താടി പ്രശ്നം? എന്തോ അവിടെ ബഹളം കേൾക്കുന്നത് നിങ്ങൾ തമ്മില്? ചേട്ടാ, ചെളിപ്രേതം ചേട്ടാ, ഓടുക ചേട്ടാ ഇങ്ങോട്ട്. എനിക്ക് വരാൻ പറ്റുന്നില്ലല്ലോ അങ്ങോട്ട്. എടി ശാന്തി, ഈ വാതിൽ ആരായിട്ട് പുറത്തുനിന്ന് കുറ്റിയിട്ടേക്കുന്നത്? എനിക്ക് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. ചേട്ടാ, തള്ളി തുറന്നു വാ ചേട്ടാ. എടി തള്ളി തുറന്ന് ഞാൻ എങ്ങനെ വരാൻ? നേടെ പുറത്തുനിന്ന് കുറ്റിയിട്ടേക്കുന്നേ. ഒന്നാമത് നമ്മുടെ നാടോ വീടോ അല്ല, നമ്മളിവിടെ വാടകയ്ക്ക് താമസിക്കല്ലോ. നമുക്ക് അതിന് ആരും പരിചയമില്ല. അപ്പുറത്തെ ആ വീട്ടുകാരെ അറിയാം. എന്നാലേ നമുക്ക് അറിയാത്ത സ്ഥലമൊക്കെ ഇല്ലേ മോളെ. അതുകൊണ്ട് വീണ്ടും ഒട്ടും പറഞ്ഞല്ലേ കേട്ടോ. പഴം വേണോ? ആരെയാ സംസാരിക്കുന്നേ? വേണോ കൊല? വേണോ പഴം? അയ്യോ, ഈ പഴം ആരെയാ കൊലയും പഴമൊക്കെ വേണോ ചോദിക്കുന്നത്? ഞാൻ തന്നെ. മോളെ മാളോട്ട്, നീ കേട്ടോ ആരോ സംസാരിക്കുന്ന പോലെ? വേറെ ആരുമല്ല, ഞാൻ തന്നെ. പഴം വേണോ? പഴുത്ത പഴം വേണോ പച്ചപ്പഴം വേണോ? പേടിച്ചിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോ. ഞാൻ തന്നെ ഉറങ്ങാൻ നടക്കുന്നത്. അവനല്ല ഒരു മൂസലില്ല പോത്ത് പോലെ നടക്കുന്നത്. പഴം വേണ്ടേ? പഴം വേണ്ടേ? കൊല വേണ്ടേ?
ഞാൻ തന്നെ, വേറെ ആരാ? നിങ്ങളെല്ലാവരും വന്നല്ലയോ കോലം ഓട്ടിക്കാൻ? എന്താ അറിഞ്ഞില്ലേ? ഇപ്പൊ അറിയിച്ചു തരാം. ഓ, പോലീസ് എന്ന് പറഞ്ഞിട്ട് കാര്യം എന്ത്? വീടിന്റെ മുറ്റത്തിറങ്ങി മൂത്രം ഒഴിക്കുന്ന എല്ലാവരുടെ ഒരു ശീലമാണ്. ഓ, എല്ലാരും ഒന്നും അങ്ങനെ ചെയ്യത്തില്ല. എന്നാലും ഓ, പുറത്തിറങ്ങിയ ഒരു കാറ്റും കൊള്ളാം, തണുപ്പും കൊള്ളാം, മൂത്രം ഒഴിക്കുകയും ചെയ്യാം. എന്താ കുട്ടുമോനെ, നീ രാത്രി എങ്ങോട്ട് ഇറങ്ങി ഓടുന്നേ? എന്താണ് നീ പറയുന്നേ? പ്രേമോ? ചെളിപ്രേമോ? എന്തുവാ? ഇവരത്ത് രാത്രി വരെ പിച്ചമേ കിടന്ന് പറയുന്നത്? നീ എന്റെ സ്വപ്നം വല്ലതും കണ്ടോ? അവിടെ ദൂരം ഒച്ച കേൾക്കുന്നേ. അയ്യോ, അപ്പുറത്തെ ആ താമസക്കാരില്ലയോ? അവരുടെ പേരെന്തോ മോനെ? അവിടെ ഒച്ച കേൾക്കുന്നു. അമ്മയുടെ വീട്ടിൽ. ആഹാ, അമ്മയുടെ അച്ഛനൊക്കെ ഉണ്ടല്ലോ, ഗൾഫുകാരൻ. ഓട്ട് ഇറങ്ങിയിരിക്കുന്നത്. എന്ത് രാത്രി എല്ലാരും ഇങ്ങനെ വെളി ഇറങ്ങിക്കുന്നത്? എന്തോ കാര്യം? എന്തോ കാര്യം ചോദിക്കട്ടെ. ഹലോ, ഗൾഫുകാരാ, എന്തോന്നാ രാത്രി പരിപാടി? അയ്യോ, ഒന്നും പറയണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ആഹാ, നിങ്ങളെന്തോ ചിരിച്ചു ഹാപ്പിയായിട്ട് നിൽക്കുന്നത് ഇവിടെ? നിങ്ങൾ കാര്യമൊന്നും അറിഞ്ഞില്ലേ? അപ്പോ എന്താ ഇവിടെ ശരിക്കും പ്രശ്നം? രാത്രി 1 മണിയായല്ലോ. എന്റെ മോനാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി പേടിച്ച്. ഇങ്ങനെയാണെങ്കിൽ അവനെ പേടിപ്പിച്ചത്. ഇവൻ വല്ല സ്വപ്നം വല്ലതും കണ്ടതായിരിക്കും. അല്ല മാത്രം, സ്വപ്നമൊന്നും കണ്ടതല്ല. എന്താ സുരക്ഷ കാര്യം? കാര്യം എന്തൊന്ന് പറഞ്ഞു കൊടുക്കും മോളെ. ഇതൊന്നും എല്ലാവരും ഒരേ സ്വപ്നമാണ് കണ്ടത്. ഞങ്ങളുടെ കുട്ടുവൻ പറയുന്നത് കിങ്ങിനിയുടെ ദേഹത്ത് തങ്ങി ചെളിപ്രദം കയറിയുന്നു. ഇപ്പൊ അമ്മടി പറയുന്നത് നിങ്ങളുടെ അമ്മയുടെ ദേഹത്ത് ചെളിപ്രദം കയറിയുന്നു. അവിടെ മാളൂട്ടേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അവരെ നിങ്ങോട്ട് വിളിച്ചേ. ഓയ് ഓയ്, മോളെ ഇങ്ങോട്ട് വാ. ഓ, നിങ്ങൾ കണ്ടായിരുന്നോ? കുറച്ച് ആൾക്കാരെ കണ്ടപ്പോൾ ആശ്വാസമായത്. എന്റെ മോളെ ദേഹത്താണെങ്കിലേ ചെളിപ്രദം കയറി. എന്റെ ദൈവമേ, ഇതെന്തും ഇത് എത്രാമത്തെ ആളാ ഇപ്പൊ പറയുന്നത് ചെളിപ്രദത്തെ കുറിച്ച്? എന്താണ് അവിടെ രാത്രി എന്തോ ഒരു സംസ്ഥാന സമ്മേളനം? എന്തോ വിഷയം അറിയാവോ? ചെളിപ്രേതം. എനിക്കറിയത്തില്ലടി ശാരദേ. ഇവരെല്ലാം പറയുന്നത് ഓരോരുത്തരുടെ ദേഹത്ത് ചെളിപ്രേതം കയറി, ചെളിപ്രേതം കയറിയെന്ന്. എനിക്കറിയത്തില്ല എന്തോ നടക്കുന്നതെന്ന്. ഇപ്പൊ കുട്ടുവിന്റെ ദേഹത്തായി. കുട്ടു വന്ന് പറഞ്ഞു നിന്റെ ദേഹത്താ കയറിയെന്ന്. ആ ആന്ന്, എന്താ മോളെ? ഞാൻ വാഴത്തോട്ടം വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ ആ മറ്റേ പീതാപരച്ചേട്ടൻ വാങ്ങിച്ചില്ലേ വാഴത്തോട്ടം? അതുകൊണ്ട് ഞാനത് വിട്ടു കളഞ്ഞു. അതിനിപ്പോ എന്താ? എന്തോ ഈ പറയുന്നത്? വാഴക്കൊല മോഷ്ടിക്കാൻ പോയത് നിങ്ങൾ ആ പീതാപരച്ചേട്ടന്റെ പറമ്പില്? ആരെയും വിളിച്ചോണ്ട് പോയത്? അമ്മണിയാണോ? എന്റെ ദൈവമേ, ആരെങ്കിലും ആ പറമ്പിൽ പോവോ? അയ്യോ, ആ പറമ്പിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. ഈ പിള്ളേർക്ക് മാത്രം അറിയത്തില്ലായിരുന്നോ? വെറുതെ അല്ലല്ലോ, ഞാൻ ഉറക്കത്തിൽ ചെയ്തിട്ട് നോക്കുമ്പോ ഈ അമ്മണിയെ കണ്ടില്ല. അമ്മണി പറയാ ബാത്റൂമിൽ പോയതായിരുന്നെന്ന്. ആഹാ, കൊള്ളാൻ ഇവര് കൊലമോഷ്ടിക്കാൻ പോയതായിരുന്നു. അപ്പോഴേ ഞാൻ എന്റെ മോളെ നോക്കിട്ട് കണ്ടില്ല ഉറക്കത്തിന്ന്. അപ്പൊ അവള് പറഞ്ഞു എനിക്ക് വെളിയിൽ എനിക്ക് വെറുതെ കാറ്റുള്ള ഇറങ്ങിയെന്നാ പറഞ്ഞത്. അപ്പൊ ശരിക്കും പറഞ്ഞു ഈ പിള്ളേരെല്ലാം കൂടെ ആണെങ്കിൽ ആ വാഴക്കൊല മോഷ്ടിക്ക് വേണ്ടി ആ പീതാംബരൻ ചേട്ടന്റെ പറമ്പിൽ പോയി. അമ്മണിക്ക് ആണെങ്കിൽ വാശി, അവർ അച്ഛൻ അതിന്റെ സ്ഥലം കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്റെ അമ്മണി അവിടെ പ്രേതമുള്ള സ്ഥലം അറിയാവോ? ഞാനെങ്കിൽ ആ പീതാംബരച്ചേട്ടൻ വാങ്ങിച്ചപ്പോഴത്തേക്ക് ഞാനെങ്കിൽ എന്താണെന്ന് വിട്ടുകൊടുത്തെന്ന് അറിയാവോ? എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണോ? ഗൾഫുകാരനായി എനിക്ക് പൈസ ഇല്ലയോ? എനിക്ക് എത്ര ഏക്കർ വേണേലും മേടിക്കാനുള്ള പൈസയുണ്ട്. ഞാനത് വിട്ടുകൊടുത്തെന്ന് അറിയാവോ? ഞാനെങ്കിൽ ആ പറമ്പ് എനിക്ക് പ്രേതമുള്ള പറമ്പാന്ന് നേരത്തെ അറിഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ആ പീതാംബരച്ചേട്ടനെ വിട്ടുകൊടുത്തത്. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ പ്രേതമുള്ള പറമ്പാ, അതുകൊണ്ട് നമുക്ക് വാങ്ങിക്കണ്ട, പീതാംബര ചേട്ടൻ അങ്ങനെ എടുത്തോട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ അമ്മയോട് ആ കാര്യം പറയണ്ടായിരുന്നു അന്ന്. ഇവക്ക് ഇങ്ങനെ വാശി ഉണ്ടാവുന്ന കാരണം അറിഞ്ഞോ? എന്നിട്ട് പിള്ളേരെ നിങ്ങൾ പോയിട്ട് എന്തോ സംഭവിച്ചത്? പിന്നെ ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കും എന്നെ പറയാ ചെളിപ്രേതം വീട്ടിൽ വന്നിട്ട് അമ്മയുടെ ദേഹത്ത് കയറിയ ചെളിപ്രേതം. അയ്യോ, ആ ചെളിപ്രേതം തോന്നി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എന്റെ മോടെ ദേഹത്ത് കയറി. ആ ചെളിപ്രേതം തന്നെ കുട്ടുവാൻ ദേഹത്ത് കയറിയത്, എന്റെ ദേഹത്ത് കയറിയത്. അമ്മണിയുടെ ഈ ഒറ്റ വാശി കാരണം ഇപ്പൊ ഇത്ര സംഭവിച്ചത് കേട്ടോ. ഇനിയിപ്പോ എന്താ ചേട്ടാ ചെയ്യുന്നത്? ആ ചെളിപ്രേതത്തെ നമ്മൾ എങ്ങനെ ഓടിക്കും? പേടിക്കണ്ട. നാളെ തന്നെ നമുക്കതിലെ ഒരു വഴിപാട് നടത്താം. ഇനി ആരും ആ പറമ്പിലോട്ട് പോകാതിരുന്നാൽ മാത്രം മതി. ചെളിപ്രേതം വന്നതോ വന്ന്. ഇനിയിപ്പോ നാളെ നമുക്ക് വഴിപാട് നടത്തിയാൽ തന്നെ നമുക്ക് മാറ്റി കളയാം കേട്ടോ. മോളെ അമ്മണി, നീ ഇങ്ങനെ വാശി എടുക്കരുത് കേട്ടോ. ഇനി അമ്മണിന്നല്ല,
ഒരു പിള്ളേർ ഇങ്ങനെ വാശി എടുക്കരുത്. അച്ഛനും അമ്മയും അറിയാതെ ഒരു കാര്യം ചെയ്യുകയും ചെയ്യരുത് കേട്ടോ. പ്രതികാരങ്ങളൊന്നും നിങ്ങൾ വീട്ടാൻ പോവല്ലേ. നിങ്ങളിപ്പോ പ്രതികാരം വീട്ടാൻ പോയിട്ടല്ലേ നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സോറി. ആ കൊള്ളാം, എല്ലാം കഴിഞ്ഞിട്ട് ഇനി സോറി പറഞ്ഞാൽ മതിയല്ലോ. നാളെ നീ വഴിപാട് നടത്തി ആ പ്രയോഗത്തെ ഓടിക്കുന്ന ഒരു ടെൻഷന്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നമുക്ക് എല്ലാവർക്കും ആണെങ്കിലേ ഒരു ഹാളിൽ കിടക്കാം ഇന്ന് രാത്രി. ഈ രാത്രി എങ്ങനെയെങ്കിലും കഴിച്ചു കൂട്ടണമല്ലോ. എല്ലാവരും കൂടെ ഒരു മുറിക്കകത്ത് കിടക്കാം. ആ പ്രേതം എന്റെ വല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് നേരിടാം. എങ്ങനെയുണ്ട്? ആ ശരിയാ മധു പറഞ്ഞത്. ഞങ്ങളുടെ വീട്ടിലെ വലിയ ഹാളല്ലേ, നമുക്ക് എല്ലാവരും അങ്ങോട്ട് പോയി കിടക്കാം. ഓ ഇപ്പോഴാ ഒന്ന് ആശ്വാസമായത്. അമ്മയ്ക്ക് പ്രസവവേദന മോക്ക് വീണവായനെന്ന് പറഞ്ഞ പോലാണല്ലോ.